ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഡെയിലി എക്സ്പെൻസ് ആഡ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. നോക്കാം എങ്ങനെയാണ് ഡെയിലി എക്സ്പെൻസ് റീറ്റെയിൽ ഡയറി സോഫ്റ്റ്വെയറിൽ ആഡ് ചെയ്യുന്നത്. ഡെയിലി എക്സ്പെൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് അക്കൗണ്ട് ഹെഡ് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് മാസ്റ്റർ എൻട്രിയിൽ ക്ലിക്ക് ചെയ്യുക. മാസ്റ്റർ എൻട്രിയിൽ അക്കൗണ്ട് ഹെഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അക്കൗണ്ട് ഹെഡ് ജസ്റ്റ് അക്കൗണ്ട് ഹെഡിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ അണ്ടർ ഗ്രൂപ്പ് ഇൻകം എക്സ്പെൻസ്, സോ നമുക്ക് എക്സ്പെൻസ് ആണ് ഇപ്പോൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ അക്കൗണ്ട് ഹെഡിലെ എക്സ്പെൻസ് ലൈക്ക് ട്രാൻസ്പോർട്ടേഷൻ, ആഡ് ചെയ്യുക. അണ്ടർ ഗ്രൂപ്പിൽ എക്സ്പെൻസ് കൊടുക്കുക. എക്സ്പെൻസ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് സെലക്ട് ചെയ്യുക, സേവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി വേറെ കുറച്ച് എൻട്രീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി, ഇൻ്റർനെറ്റ്, പെട്രോള്, ഫോൺ ചാർജ്, ട്രാൻസ്പോർട്ടേഷനും ഇങ്ങനെ എന്തൊക്കെ എക്സ്പെൻസുകളാണോ ഡെയിലിയിൽ വരുന്നത് ആ എക്സ്പെൻസ് അക്കൗണ്ട് ഹെഡിൽ ആഡ് ചെയ്യാം. അതിനുശേഷം എക്സ്പെൻസ് വൗച്ചർ എൻട്രി ചെയ്യണം. അപ്പോഴാണ് ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുന്നത്. ഇതിന് വേണ്ടിയിട്ട് വൗച്ചർ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസാക്ഷൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ വൗച്ചേഴ്സ്, എക്സ്പെൻസ് വൗച്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. എക്സ്പെൻസ് വൗച്ചർ, സോ എക്സ്പെൻസ് വൗച്ചറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആർക്കാണോ നമ്മൾ ഇപ്പം നമ്മുടെ എംപ്ലോയിയുടെ കയ്യിലാണ് കൊടുക്കുന്നതെങ്കിൽ എംപ്ലോയിയുടെ നെയിം കൊടുക്കുക. പർട്ടിക്കുലർ പേഴ്സൺ ഉണ്ടെങ്കിൽ ആ പേഴ്സണിൻ്റെ നെയിം കൊടുക്കുക. ഡീറ്റെയിൽസ് എന്തെങ്കിലും നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. പർട്ടിക്കുലേഴ്സിൽ എന്ത് എക്സ്പെൻസ് ആണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇലക്ട്രിസിറ്റി ആണോ, ഇൻ്റർനെറ്റ് ആണോ, ട്രാൻസ്പോർട്ടേഷൻ ആണോ, എന്താണോ അത് കൊടുക്കുക. എത്ര എമൗണ്ട് ആണെന്ന് കൊടുക്കുക, ആഡ് ചെയ്യുക. ഇവിടെ പേയ്മെൻറ്റ് മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്യുക. ക്യാഷ് ആണോ ബാങ്ക് ആണോ എന്നുള്ള പേയ്മെൻറ്റ് മോഡ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഏതാണോ നിങ്ങളുടെ പേയ്മെൻറ്റ് മോഡ് ആ പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക, സേവ് ചെയ്യുക. സക്സസ്ഫുള്ളി സേവ്ഡ്. എക്സ്പെൻസ് വൗച്ചർ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഡെയിലി എക്സ്പെൻസ് നമ്മൾ കൊടുക്കുന്നത്. ആദ്യം അക്കൗണ്ട് ഹെഡ് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം ട്രാൻസാക്ഷനിൽ പോയിട്ട് എക്സ്പെൻസ് വൗച്ചർ, എക്സ്പെൻസ് വൗച്ചറിൽ എന്ത് എക്സ്പെൻസ് ആണോ ഉള്ളത് ആ എക്സ്പെൻസ് ആഡ് ചെയ്യുക, പേയ്മെൻറ്റ് മോഡ് കൊടുത്ത് സേവ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.